ഈ സഭയിലൊരു സാമാജികൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാമാജികൻ എന്ന നിലയിൽ എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, റൂൾ 50 സഭയുടെ ഒരു അവകാശമാണ്. സഭയിലെ ഏതംഗത്തിനോ അവതരിപ്പിക്കാവുന്ന ഒരു അവകാശമാണ്. പക്ഷെ ആ അവകാശത്തെ ദുരുപയോഗം ചെയ്യരുത്. അതിലങ്ങ് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണം. ഇവിടെ എഴുതി തന്ന നോട്ടീസല്ല, എഴുതി തന്ന നോട്ടീസിൽ മറുപടി പറയാൻ ചുമതലപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടല്ല ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അംഗം കഴിഞ്ഞ 4 വർഷമായി ലക്ഷ്യം വയ്ക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്നും മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ. അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത്, അവനെ അതിൻ്റെ ഉദ്വകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുണ്ട്. 40 വർഷം ആ നടപടിയുമായി പോയാലും ഒരു കുലുക്കവും ഈ ഗവൺമെന്റിന് ഉണ്ടാകില്ല. അങ്ങനെയുള്ള അമ്പൊന്നും മേയുന്ന വിധത്തിലുള്ള ഒന്നല്ല ഈ കാര്യം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ 2016 സർക്കുലറിനെ കുറിച്ചാണ്. സാർ, അംഗം ആ റിപ്പോർട്ട് കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സർക്കുലറിന്റെ നമ്പർ ഞാൻ വായിക്കാം. നമ്പർ C4 25/908/2015. ഇത് ഇറക്കിയത് 9/6/2016 എന്ന് മാത്രമേ ഉള്ളൂ. സാർ, എന്തിനാണ് ആ സർക്കുലർ ഇറക്കിയത്? 1801/2010 എന്നൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. ഞാൻ ആ കേസ് വിശദീകരിക്കുന്നില്ല, കാരണം അംഗം തന്നെ പല കേസുകളിലും അവരുടെ വക്കീലായി ഇടപെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കോടതി വിധിയിൽ പട്ടയത്തിന്റെ വ്യവസ്ഥാ ലംഘനങ്ങൾ പട്ടയം റദ്ദാക്കുന്നതിനുള്ള കാരണങ്ങളാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. NOC നിർബന്ധമാക്കിയതോടുകൂടി ഇടുക്കി ജില്ലയിൽ പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളമായ അപേക്ഷകളുണ്ടായി. NOC നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ അവ്യക്തത മൂലം സാർ 2010 മുതൽ 16 വരെ ഒരാൾക്കും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഗതികേടുണ്ടായ ഘട്ടത്തിലാണ് ആ NOC അനുസരിച്ചിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കോടതി പറയപ്രകാരം NOC കൊടുക്കാൻ പറ്റുന്നത് എന്നൊരു സർക്കുലർ ഇറക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ സാർ. ഞാൻ രാഷ്ട്രീയമായി പറയുകയല്ല, എങ്കിലും ആ കഴിഞ്ഞ 5 വർഷക്കാലം, കൊല്ലം എല്ലാവർക്കും അറിയാം, 1801/2010 എന്ന 5 വർഷക്കാലം ഈ കോടതി വിധിയുടെ നിരോധനത്തെ നേരിടാൻ ഒരു നടപടിയും ഉണ്ടാക്കാത്ത ഗതികേട് ഉണ്ടായി എന്ന യാഥാർത്ഥ്യം കൂടി സാർ ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് NOC നൽകിയത് ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല എന്ന് മാത്രമല്ല, കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചെങ്ങനെ ഗൃഹനിർമ്മാണം നടത്തണമെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള സർക്കുലറാണ് സാർ അതിലുള്ളത്. ആ സർക്കുലർ മേശപ്പുറത്ത് വെക്കേണ്ട കാര്യമില്ല, അത് കേരളത്തിൽ ഇറങ്ങിയ സർക്കുലറാണ്. അത് വായിക്കാൻ അങ്ങ് സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അനുവദിക്കുകയാണെങ്കിൽ അത് വായിക്കുന്നതിനും എനിക്ക് വിരോധമുണ്ടാകുന്ന കാര്യമല്ല. സാർ, ഇവിടെ പറഞ്ഞ CHRമായി ബന്ധപ്പെട്ട പ്രശ്നം, സാർ എന്താണ് കോടതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത്? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 2007 KP രാജേന്ദ്രനും ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിമാരായിരുന്ന KP രാജേന്ദ്രനും ബിനോയ് വിശ്വവും എളമരം കരീമും ഉൾപ്പെടെയുള്ള സംഘത്തെ അവിടേക്ക് അയച്ച് അവർ കണ്ടെത്തിയ നിലപാടിൽ നിന്ന് അണുവിട മാറ്റം മാറി വന്ന ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. സാർ, ആ വിഷയത്തിൽ കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായി 24/10/2024 പരിഗണിക്കപ്പെടും പ്രകാരം ചീഫ് സെക്രട്ടറിയെ തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ആ കോടതിയുടെ ഇടപെടലിൽ കേരളം അഫിഡവിറ്റ് സമർപ്പിച്ചു സാർ. ആ അഫിഡവിറ്റിൽ പക്ഷേ അഫിഡവിറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ കോടതി പറഞ്ഞു, അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് വി ഡയറക്ട് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഷാൽ നോട്ട് അലോട്ട് എനി ഫ്രഷ് പട്ട ഫോർ കാർഡമം കൾട്ടിവേഷൻ, നോട്ട് ഷാൽ ഇറ്റ് പെർമിറ്റ് ഫർദർ ലാൻഡ് ഫ്രം ദ ഏരിയ നോട്ടിഫൈഡ് ആസ് CHR ടു ബി കൺവെർട്ടഡ് ഫോർ കമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. സാർ, ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ കാത്തിരിക്കുക മാത്രമല്ല, തുടർച്ചയായി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടി ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് സാർ ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഗൃഹനിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല സാർ, ആ വ്യവസ്ഥകളെ മറികടക്കുന്നതിന് വേണ്ടി എത്രയേറെ നടപടികളാണ് സാർ ഈ ഗവൺമെന്റിന്റെ കാലത്ത് എടുക്കാനുള്ള നടപടി സ്വീകരിച്ചത്. സാർ, ആനവിലാസത്തെ ഈ 8 സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് സാർ. 1960 നിയമത്തിൽ പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിച്ചു നൽകുന്നതിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന പ്രശ്നം വന്ന ഒരു ഘട്ടത്തിൽ സാർ, കേരളത്തിൽ 60 വർഷക്കാലമായി നിലനിൽക്കുന്ന 960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്നാണ് സാർ. എന്റെ സമീപത്തിരിക്കുന്ന ഇടുക്കിയിലെ മന്ത്രി കൂടിയായിട്ടുള്ള സുഹൃത്ത് ശ്രീ റോഷി അഗസ്റ്റിൻ ആശുപത്രി കിടക്കയിൽ നിന്ന്
അവിടെ കുത്തിയ മരുന്നുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സഭയിൽ വന്നിരുന്നതാണ് ആ അവതരണത്തിന് സാക്ഷിയായി. സാർ, അന്ന് അങ്ങുന്നയിച്ച തടസ്സവാദത്തെക്കുറിച്ച് ഈ സഭയ്ക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ മുതിരുന്നില്ല. സാർ, ഞാൻ ഈ സഭയുടെ മുമ്പാകെ പറയട്ടെ. 1960 ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 3ാം വായനയിൽ ഇടപെട്ട് നൽകിയ നിർദ്ദേശം ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി ഈ സഭ പാസാക്കിയ ഒരു ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതിയാണ് സാർ. ആ ഭൂപതിവ് നിയമം പാസാക്കിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ചില സാങ്കേതിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് അതിലേതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവുകയല്ല, വിശദമായിട്ടുള്ള നിയമ പരിശോധന നടത്തിക്കൊണ്ട് വേണം മാത്രം ആ കാര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചട്ടഭേദഗതിക്ക് ഇത്തിരി കാലതാമസം ഉണ്ടായത്. ഈ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു, ഏപ്രിൽ മാസത്തിൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേറെ ഒരു വിധത്തിലുമുള്ള ബാധ്യതയില്ലാത്ത വിധത്തിൽ ഏപ്രിൽ മാസത്തിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും, അത് പാസ്സാക്കും എന്ന കാര്യം ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്.